Good morning, dears. Welcome to Transportation Engineering 1, Module 2, Lecture 4. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് അബൌട്ട് സൂപ്പർ എലിവേഷൻ. നമ്മൾ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റിൻ്റെ ഡിസൈനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഹൊറിസോണ്ടൽ കർവ്സിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. സ്കിഡിങ് വരാറുണ്ട്, ഓവർ ടേണിംഗ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിനെങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് സൂപ്പർ എലിവേഷൻ അതുപോലെ തന്നെ സൂപ്പർ എലിവേഷൻ്റെ ഡിസൈന്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യാം, കേട്ട് മനസ്സിലാക്കാം. Super elevation. What is super elevation? We know that in order to counteract the effect of centrifugal forces and to reduce the tendency of vehicle to overturn or skid, the outer edge of the pavement is raised with respect to the inner edge. The outer edge of the pavement is raised with respect to the inner edge, thus providing a transverse slope throughout the length of the horizontal curve. This transverse incline to the pavement surface is called super elevation or cant or banking. അപ്പോൾ സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ കർവ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഒരു സെൻട്രിഫ്യൂജൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ സെൻട്രിഫ്യൂജൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദ എമൗണ്ട് ഓഫ് സെൻട്രിഫ്യൂജൽ ഫോഴ്സ് ഡെവലപ്പിംഗ് ഈസ് P = mv²/r എന്ന് പറഞ്ഞിട്ടുള്ള ഇത്ര ഒരു എമൗണ്ട് സെൻട്രിഫ്യൂജൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെൻട്രിഫ്യൂജൽ ഫോഴ്സ് കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, അതിന് ഓവർ ടേണിങ് വരാം, സ്കിഡിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഓവർ ടേണിങ്ങിനെയും സ്കിഡിങ്ങിനെ എന്ത് ചെയ്യണം, വി ഹാവ് ടു കൗണ്ടറാക്ട്. അപ്പോൾ ഇതിന് കൗണ്ടറാക്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു കോൺട്രിബ്യൂട്ട് എ സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ അതിലൊരു സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ അതിൽ വരുത്തണം. അപ്പോൾ ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് വരുത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് നമ്മൾ വരുത്തുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ മേക്കിംഗ് ഔട്ടർ എഡ്ജ്, റൈസിങ് ദി ഔട്ടർ എഡ്ജ് വിത്ത് റെസ്പെക്ട് ടു ദി ഇന്നർ എഡ്ജ്. അപ്പോൾ ഇന്നർ എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക, ഫോർ എക്സാമ്പിൾ ഇതാണ് ഇന്നർ എഡ്ജെങ്കിൽ ഇന്നർ എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ടർ എഡ്ജ്, ഇത് ഇന്നർ എഡ്ജ് ആണെങ്കിൽ ഔട്ടർ എഡ്ജ് എന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് റൈസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് അതിലൂടെ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈ സെൻട്രിഫ്യൂജൽ ഫോഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, കൗണ്ടറാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഓവർ ടേണിങ്ങും അതുപോലെ തന്നെ സ്കിഡിങ് ഓഫ് വെഹിക്കിളെല്ലാം നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇൻക്ലിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈസിങ് ഓഫ് ഔട്ടർ എഡ്ജ് വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ് ഇൻ എൻ ഹൊറിസോണ്ടൽ കർവ് ഈസ് കോൾഡ് ദി സൂപ്പർ എലിവേഷൻ. അതിൻ്റെ വേറൊരു പേരാണ് കാണ്ട് അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് കർവ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സൂപ്പർ എലിവേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ് ഇ, സ്മോൾ ലെറ്റർ ഇ എന്നൊരു ലെറ്റർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദി റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഔട്ടർ എഡ്ജ് വിത്ത് റെസ്പെക്ട് ടു ദി ഹൊറിസോണ്ടൽ വിഡ്ത്ത്. അപ്പോൾ ഹൊറിസോണ്ടൽ വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക, ഔട്ടർ എഡ്ജ് എത്ര ഉയർത്തിയിട്ട് ആ റേഷ്യോക്കാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ഔട്ടർ എഡ്ജിൻ്റെ വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ഇ = ഔട്ടർ എഡ്ജിൻ്റെ വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ വിഡ്ത്ത്. അപ്പോൾ ഔട്ടർ എഡ്ജിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ വിഡ്ത്താണ് എന്ത് ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മളൊരു ഹൊറിസോണ്ടൽ കർവ്. ഇങ്ങനെയാണ് ഈ കർവിനെ ഈ ഒരു കർവ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ എഡ്ജ്, ഇത് ഇന്നർ എഡ്ജാണ്, ഇത് ഔട്ടർ എഡ്ജാണ്, ഇത് ഇന്നർ എഡ്ജ് ഔട്ടർ എഡ്ജ്. അപ്പോൾ ഇന്നർ എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ടർ എഡ്ജ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചൊന്ന് പൊക്കിയിട്ടുണ്ട്, റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
സൂപ്പർ എലിവേഷൻ ഇതാ ഇവിടെയാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇത് സെൻട്രിഫ്യൂജൽ ഫോഴ്സ്, ഇത് സെൻട്രിഫ്യൂജൽ ഫോഴ്സാണ്. പുറത്തോട്ട് എന്ത് ചെയ്യും, വലിക്കുന്ന ഫോഴ്സ് പുറത്തോട്ട് പോകും. അത് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ കർവ് നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് പുറത്തോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇതിനെ ഈ പുറത്തോട്ട് പോകണ ഈ ടെൻഡൻസിനെ ഇങ്ങോട്ട് വലിക്കുന്ന ഫോഴ്സാണ് എന്ത്, സെൻട്രിപിറ്റൽ ഫോഴ്സ്, സൂപ്പർ എലിവേഷൻ ഫോഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു സൂപ്പർ എലിവേഷൻ്റെ അനാലിസിസ് ആണ് ഇവിടെ വരുന്നത്. ഇതൊരു പേവ്മെൻ്റ് ആണ്, ഇതൊരു വെഹിക്കിൾ കൺസിഡർ ചെയ്യുക. ഇതാണ് അതിൻ്റെ വെയിറ്റ്, വേർട്ടിക്കലായിട്ട് താഴെയിട്ട് ഗ്രാവിറ്റിന് വരും. ഇതാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സെൻട്രിഫ്യൂജൽ ഫോഴ്സ്. ഇനി ഈ വെയിറ്റിനെ നമ്മൾ റിസോൾവ് ചെയ്തെടുത്താൽ ഈ വെയിറ്റിന് രണ്ട് റിസോൾവ് ഉണ്ടാവും, പെർപെൻഡിക്കുലർ ആയിട്ടും അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടും. ദാറ്റ് ഈസ് ഇതിനെ കൗൺട്രാക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ത് ചെയ്യും, വെയിറ്റിൻ്റെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ് എന്ത് വരുന്നത്, സൂപ്പർ എലിവേഷൻ കൊണ്ട് ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ അനാലിസിസ് വരുന്നത്. അപ്പോൾ വെയിറ്റിൻ്റെ കോസ് ആയിട്ട് വരുന്നത് ഡബ്ല്യു കോസ് തീറ്റ ആയിട്ട് വരുന്നത്, ഡബ്ല്യു സൈൻ തീറ്റയാണ് എന്ത് ചെയ്യുന്നത്, ഈ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റിനെ എന്ത് ചെയ്യുന്നത്, കൗണ്ടറാക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ എക്വിലിബ്രിയം കണ്ടീഷൻ നോക്കാം. പി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദിസ് വൺ. പി കോസ് തീറ്റ എന്ന് പറഞ്ഞത് ഇതാണ്, ഈക്വൽ ടു റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു സൈൻ തീറ്റ, അതുപോലെ തന്നെ ഇതിന് ഇതായിട്ട് എന്തുണ്ട്, എഫ് എ ഉണ്ട്, എഫ് ബി ഉണ്ട്. അപ്പോൾ പി കോസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം, പി കോസ് തീറ്റ ഈക്വൽ ടു ഡബ്ല്യു, പി കോസ് തീറ്റ ഈക്വൽ ടു ഡബ്ല്യു സൈൻ തീറ്റ പ്ലസ് എഫ് എ പ്ലസ് എഫ് ബി. അപ്പോൾ പി കോസ് തീറ്റനെ നമുക്ക് എന്ത് ചെയ്യാം, ആർ എ ഇൻറ്റു എഫിന് എന്ത് എഴുതാം, എഫ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സാണ്, ദാറ്റ് ഈസ് ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ് ഇൻറ്റു അതിൻ്റെ റിയാക്ഷൻ. അപ്പോൾ എഫ് ഇൻറ്റു ആർ എ പ്ലസ് ആർ ബി. അപ്പോൾ പി കോസ് തീറ്റ എന്തായി, പി കോസ് തീറ്റ ഈക്വൽ ടു ഡബ്ല്യു സൈൻ തീറ്റ ഇൻറ്റു എഫിന് കോമൺ ആയിട്ട് എടുത്താൽ എഫ് ഇൻറ്റു ആർ എ പ്ലസ് ആർ ബി. എഫ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഫ്രിക്ഷനാണ്. നമ്മൾ എസ് എസ് ഡിയിലൊക്കെ പറഞ്ഞ് എഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷനാണ്, നിങ്ങൾ ഓർത്ത് വെക്കണം. എസ് എസ് ഡിയിൽ പറഞ്ഞിട്ടുള്ള എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ സൂപ്പർ എലിവേഷനിൽ പറഞ്ഞിട്ടുള്ള എഫ് എന്താണ്, ഇറ്റ് ഈസ് ലാറ്ററൽ ഫ്രിക്ഷനാണ്. എഫ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഫ്രിക്ഷനാണ്, ഓർത്തിരിക്കണം. അപ്പോൾ എഫ് ഇൻറ്റു ആർ എ പ്ലസ് ആർ ബി എന്ന് കിട്ടി. ഇനി പി കോസ് തീറ്റ ഈക്വൽ ടു ഡബ്ല്യു സൈൻ തീറ്റ ഇൻറ്റു ആർ എ പ്ലസ് ആർ ബി എന്താവും, ആർ എ പ്ലസ് ആർ ബി എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലായി, ഈക്വൽ ടു ഇതാണ് ആർ എ പ്ലസ് ആർ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ പി സൈൻ തീറ്റ പ്ലസ് ഡബ്ല്യു കോസ് തീറ്റയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, ആ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാ പി സൈൻ തീറ്റ പ്ലസ് ഡബ്ല്യു കോസ് തീറ്റ, ഈ വാല്യൂ ഇത് ഈക്വലാണ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ. അപ്പോൾ അത് നമ്മൾ കൊടുത്തു, ദാറ്റ് ഈസ് പി കോസ് തീറ്റ ഈക്വൽ ടു ഡബ്ല്യു സൈൻ തീറ്റ പ്ലസ് എഫ് ഇൻറ്റു ആർ എ പ്ലസ് ആർ ബിക്ക് പി കോസ് ഡബ്ല്യു സൈൻ തീറ്റ പ്ലസ് പി സൈൻ ഡബ്ല്യു കോസ് തീറ്റ പ്ലസ് പി സൈൻ തീറ്റ എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതൊറ്റ ഇക്വേഷൻ അല്ല, ഇത് അടുത്ത വരിയാണ് വരുന്നത്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ നിന്ന് എടുത്താൽ ഡബ്ല്യു സൈൻ തീറ്റ പ്ലസ് എഫ് ഡബ്ല്യു കോസ് തീറ്റ പ്ലസ് പി എഫ് ഡബ്ല്യു സൈൻ തീറ്റ എന്ന് വരും, പി കോസ് തീറ്റ. ഇനി പീനെ എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകാം. പീൻ്റെ ഭാഗത്തിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പീനെ കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, പി കോസ് തീറ്റ മൈനസ് പിന്നെന്താ വരുന്നത്, എഫ് സൈൻ തീറ്റ, പി കോസ് തീറ്റ, പി ഇൻറ്റു കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യുവിൻ്റെ സൈൻ തീറ്റ പ്ലസ് എഫ് ഡബ്ല്യു കോസ് തീറ്റ വരും. ഇനി അതിൽ ഡബ്ല്യുവിന് കോമൺ ആയിട്ട് എടുക്കുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ എന്ന് കിട്ടും. ഇനി
ഡിവൈഡിങ് ബൈ ഡബ്ല്യു സൈൻ തീറ്റ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പി ബൈ ഡബ്ല്യു ഈക്വൽ ടു 1 മൈനസ് എഫ് ടാൻ തീറ്റ. പി ബൈ ഡബ്ല്യു ഇൻറ്റു 1 മൈനസ് എഫ് ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് എഫ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് സെൻട്രിഫ്യൂജൽ റേഷ്യോ ഈക്വൽ ടു എന്താണ്? ടാൻ തീറ്റ പ്ലസ് എഫ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എഫ് ടാൻ തീറ്റ എന്ന് കിട്ടും. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷനാണ് എന്താണ്? സെൻട്രിഫ്യൂജൽ റേഷ്യോ ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് എഫ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എഫ് ടാൻ തീറ്റ. ഇനി ദ വാല്യൂ ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ നമ്മൾ എടുക്കുന്നത് ഇറ്റ് ഈസ് 0.15 ആണ്. മാക്സിമം വാല്യൂ ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ എത്രയാണ് വരുന്നത്? ഇറ്റ് ഈസ് 0.15 ആണ്. ആൻഡ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് സൂപ്പർ എലിവേഷൻ ആണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ ഈസ് സെൽഡം എക്സീഡ് 7 to 10%. മാക്സിമം ഒരു 10% വരെയൊക്കെ എന്ത് വരാറുള്ളൂ? സൂപ്പർ എലിവേഷൻ വരാറുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ 1 മൈനസ് ടാൻ തീറ്റ എന്തായിരിക്കും? ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സെൻട്രിഫ്യൂജൽ റേഷ്യോ ആയിക്കോട്ടോ അതിൻ്റെ ഡിനോമിനേറ്ററിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. ദാറ്റ് ഈസ് പി ബൈ ഡബ്ല്യു ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് എഫ് എന്ന് വരും. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇ ആണ്. ദാറ്റ് ഈസ് പി ബൈ ഡബ്ല്യു ഈക്വൽ ടു ഇ പ്ലസ് എഫ്. പി ബൈ ഡബ്ല്യു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സെൻട്രിഫ്യൂജൽ റേഷ്യോ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ ആണ്. അപ്പോൾ ഇവിടെ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ എലിവേഷൻ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ ആണ്. വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി സ്പീഡ് ഓഫ് വെഹിക്കിൾ ഇൻ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദാറ്റ് ഇസ് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് ദി ഹൊറിസോണ്ടൽ കർവ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ ഡെറിവേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക ഡെറിവേഷനൊക്കെ. ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇനി വി എന്ന് പറഞ്ഞാൽ ഇഫ് വി ഈസ് ഗിവൺ ഇൻ കിലോമീറ്റർ പെർ ഹവർ. ഈ ഇക്വേഷനാണ് നമുക്ക് മെയിനായിട്ട് പ്രോബ്ലംസിലൊക്കെ ആവശ്യം വരിക. പ്രോബ്ലംസിലൊക്കെ നമുക്ക് സ്പീഡ് തരുന്നുണ്ടാവുക. ഇറ്റ് വിൽ ബി ഇൻ കിലോമീറ്റർ പെർ ഹവർ. ദെൻ ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 127 വേർ ഇ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ദാറ്റ് ഇസ് ടാൻ തീറ്റ. എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസൈൻ വാല്യൂ ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ ദാറ്റ് ഇസ് ഗിവൻ ആസ് 0.15. സ്മോൾ വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് വെഹിക്കിൾ ഇൻ മീറ്റർ പെർ സെക്കൻഡ്. ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്പീഡ് ഓഫ് വെഹിക്കിൾ ഇൻ കിലോമീറ്റർ പെർ ഹവർ. ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ഹൊറിസോണ്ടൽ എലിവേഷൻ ഇൻ മീറ്റേഴ്സ്. ജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദാറ്റ് ഇസ് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ, ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 127 ആർ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കണം. വി പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 127 ആർ. നിങ്ങൾ ആ ഡെറിവേഷൻ ഒന്ന് നോക്കിയൊന്ന് പഠിച്ചാൽ കുറച്ചും കൂടി നന്നായി. ഇനി മാക്സിമം വാല്യൂ ഓഫ് സൂപ്പർ എലിവേഷൻ. ആസ് പെർ IRC, the maximum limit of super elevation in plain and rolling terrain and is snowbound areas as 7%. അപ്പോൾ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈനിൽ സ്നോബൗണ്ട് ഏരിയാസിലൊക്കെ മാക്സിമം നമുക്ക് സൂപ്പർ എലിവേഷൻ കൊടുക്കാൻ പറ്റുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 7% ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കാം. ഓൺ ഹിൽ റോഡ് നോട്ട് ബൗണ്ട് ബൈ സ്നോ ദ മാക്സിമം സൂപ്പർ എലിവേഷൻ അപ് ടു 10% ഇസ് റെക്കമെൻഡഡ്. അപ്പോൾ ഹിൽ റോഡിലാണെങ്കിൽ നമുക്ക് 10% വരെ എന്ത് ചെയ്യാം? വി ക്യാൻ റെക്കമെൻഡ്. On urban road stretches with a frequent intersection, it may be necessary to limit the maximum super elevation to 4%. അർബൻ റോഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സാധാരണ കുറേ ഇൻ്റർസെക്ഷനൊക്കെ ഉള്ള അർബൻ റോഡാണെങ്കിൽ നമ്മൾ മാക്സിമം സൂപ്പർ എലിവേഷൻ ഒരു 4% നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പോൾ കുറഞ്ഞ സ്പീഡിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോകാൻ പറ്റുള്ളൂ. ഇനി മിനിമം സൂപ്പർ എലിവേഷൻ. ഫോർ ഡ്രൈനേജ് കൺസിഡറേഷൻ ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് എ minimum cross slope to drain off the surface water. If the calculated super elevation equal to or less than the camber of the road surface, then the minimum super elevation to be provided on horizontal curve may be limited to the camber of the surface. അപ്പോൾ നമ്മളൊരു camber of the surface ആണ് എന്ത് ചെയ്യാറ്?
സാധാരണ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. അപ്പോൾ മിനിമം സൂപ്പർ എലിവേഷൻ നമ്മളൊരു ഡ്രെയിനേജ് പർപ്പസിനാണ് പ്രൊവൈഡ് ചെയ്യുക. അതൊരു ക്യാമ്പർ വാല്യൂ ആണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യാറ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതും നിങ്ങൾ ഓർത്തിരിക്കുക. മാക്സിമം വാല്യൂ ഓഫ് സൂപ്പർ എലിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വാല്യൂസൊക്കെ ഓർത്തിരിക്കുക. സാധാരണ നിങ്ങൾക്ക് ജനറലായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുമാണ്. ഇനി സ്റ്റെപ്പ് ഫോർ ദി ഡിസൈൻ ഓഫ് സൂപ്പർ എലിവേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ത്, ഇറ്റ് ഈസ് ദ സൂപ്പർ എലിവേഷൻ ഡിസൈൻ. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി വെക്കുക. ദ സൂപ്പർ എലിവേഷൻ ഫോർ സ്റ്റെപ്പ് 1 പറഞ്ഞാൽ ദ സൂപ്പർ എലിവേഷൻ ഫോർ 75% ഓഫ് ദി ഡിസൈൻ സ്പീഡ് ഈസ് കാൽക്കുലേറ്റഡ് നെഗ്ലക്റ്റിംഗ് ദി ഫ്രിക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ എന്താണ്? v² / 127r ആണ്. അതിന് E+F=v²/g. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഫിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ട്, അപ്പോൾ എഫിനെ നെഗ്ലക്റ്റ് ചെയ്തതിൽ E = എന്താവും? v²/g. അപ്പോൾ അതിൻ്റെ 75% എടുക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് E = 0.75 v²/g. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഇനി ഇൻ ടേംസ് ഓഫ് km/h ആണെങ്കിൽ E = v²/225r ആണ്. നമ്മൾ 127 75% ആയിട്ട് എടുക്കുമ്പോൾ അപ്പോൾ 0.75 v²/127r എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് E = v²/225r. വേർ v എന്ന് പറഞ്ഞാൽ km/h. അപ്പോൾ യൂണിറ്റൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് ഒന്ന് നോക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 75% കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം? We have to calculate the super elevation value, and if the calculated value of E is less than 7%, that is the maximum value of super elevation, that is 0.07. 7% means 7/100. The value so obtained is provided. About if the value calculated on the basis of step 1 is less than 0.07, that is 7%, the value thus obtained is provided. If the value, if it is exceeds 7%, that is 0.07, and then the maximum super elevation equal to 0.07, and we have to proceed step 3 and step 4. അപ്പോൾ 7%-നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 7% മാക്സിമം എടുത്തുകൊണ്ട് we have to proceed for step 3 and step 4. step 3 എന്താണ് പറയുന്നത്? We have to check the coefficient of friction developed. അപ്പോൾ ആ ഒരു മാക്സിമം സൂപ്പർ എലിവേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്ര ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നോക്കണം. അപ്പോൾ നമുക്കറിയാം E+F = v²/gr ആണ്. എഫിന് അല്ല ഇക്ക് നമ്മൾ 7% 0.07 കൊടുത്തിട്ട് എഫിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? v²/gr - 0.07, ദാറ്റ് ഈസ് v²/127r - 0.07 എന്ന് കിട്ടും. ഇഫ് v km/h m/s v²/gr -0.07 ആണ്. km/h v²/127r - 0.07 ആണ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്, 0.07 seconds. അപ്പോൾ ഇഫ് v is in km/h ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരുന്നത്? v²/127r - 0.07. അപ്പോൾ നമ്മൾ എഫ് കണ്ടുപിടിച്ചു. ആ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇഫ് എഫ് ഈസ് ലെസ് ദാൻ 0.15 മാക്സിമം സൂപ്പർ എലിവേഷൻ ഈസ് സേഫ് ഫോർ ദി ഡിസൈൻ. ഇഫ് ദ കാൽക്കുലേറ്റഡ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ 0.5, അപ്പോൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം വാല്യൂ തന്നെ നമ്മൾ എടുക്കും. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ വി ഹാവ് ടു പ്രൊസീഡ് ഫോർ സ്റ്റെപ്പ് 4. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 4 എങ്ങനെയാണ് പോകുന്നത്? സ്റ്റെപ്പ് 4 the allowable speed at the curve is calculated by considering the design coefficient of friction and the maximum super elevation. അപ്പോൾ നമ്മൾ ഇൻ്റെ വാല്യൂ എഫിൻ്റെ വാല്യൂ മാക്സിമം വാല്യൂ എടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ സേഫ് സ്പീഡ് കണ്ടെത്തും. ദാറ്റ് ഈസ് ഇൻ്റെ വാല്യൂ 0.07, എഫിൻ്റെ വാല്യൂ 0.15 എടുത്തിട്ട് അലോവബിൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ v²/gr എന്ന് കണ്ടെത്തും. അപ്പോൾ അല്ലെങ്കിൽ km/h ആണെങ്കിൽ v²/127 ആണ്. 0.22 = v²/gr അല്ലെങ്കിൽ v²/127r എന്ന് കിട്ടും. ഇത്
km/h, ഇത് m/s അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. അപ്പോൾ സേഫ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 0.22 GR ആണ്, √0.22 GR, അല്ലെങ്കിൽ VA = 27.94 R ആണെന്ത് km/h. അപ്പോൾ if the allowed speed as calculated is higher than the design speed, then the design is adequate and provide a super elevation equal to 0.07. ഇനി allowed speed അത് if it is ഹയർ ദാൻ ദി ഡിസൈൻ സ്പീഡ്, ഡിസൈൻ സ്പീഡിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ മാക്സിമം സൂപ്പർ എലിവേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇഫ് ദ അലൗഡ് സ്പീഡ് ഈസ് ലെസ് ദാൻ ദി ഡിസൈൻ സ്പീഡ്, ദ സ്പീഡ് ലിമിറ്റ് ഈസ് ടു ബി അലൗഡ്. Speed is limited to the allowed speed calculated above, and appropriate warning sign and speed limit regulation sign are installed to restrict the regulated speed. അപ്പോൾ അലൗബിൾ സ്പീഡ് കുറച്ച് കുറവാണെങ്കിൽ, ഡിസൈൻ സ്പീഡിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവിടെ സൈൻ ബോർഡൊക്കെ പ്രൊവൈഡ് ചെയ്യണം, ഒരു വാർണിംഗ് സൈൻ ബോർഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സ്പീഡ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് നോക്കുക, ഞാൻ സ്റ്റെപ്പ് ഒന്നും കൂടി പറയുന്നുണ്ട്. ആദ്യം നമ്മൾ 75 നെഗ്ലക്റ്റ് ചെയ്തിട്ട് 75% ഓഫ് സ്പീഡിന് നമ്മളെന്ത് കണ്ടുപിടിക്കും, കണ്ടുപിടിക്കും, സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് കണ്ടുപിടിച്ച സൂപ്പർ എലിവേഷൻ 7% കുറവാണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ 7% കൂടുതലാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് 4 പോകണം. സ്റ്റെപ്പ് 3 എന്താ പറയുന്നത്, സ്റ്റെപ്പ് 3 പറയുന്നത് നമ്മൾ ഈ മാക്സിമം വാല്യൂ 0.07 എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ 0.07 എടുത്തിട്ട് എഫിൻ്റെ വാല്യൂ കണ്ടെത്തും, ദാറ്റ് ഈസ് ലാറ്ററൽ ഫ്രിക്ഷൻ വാല്യൂ കണ്ടെത്തും. അപ്പോൾ ലാറ്ററൽ ഫ്രിക്ഷൻ വാല്യൂ കണ്ടെത്തിയത് 0.15 കുറവാണെങ്കിൽ നമ്മൾ മാക്സിമം സൂപ്പർ എലിവേഷൻ എടുക്കും. 0.15 കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അലോവബിൾ സ്പീഡ് കണ്ടെത്തും. ഇനി അലോവബിൾ സ്പീഡിൻ്റെ ഇക്വേഷനാണ്, അലോവബിൾ സ്പീഡ് നമ്മൾ ഡിസൈൻ സ്പീഡിനേക്കാളും കുറവാണെങ്കിൽ, ഇഫ് ദ അലോവഡ് സ്പീഡ് ഈസ് ലെസ് ദാൻ ഡിസൈൻ സ്പീഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്പീഡ് റെസ്ട്രിക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും, സൈൻ ബോർഡൊക്കെ വെച്ചിട്ട് സ്പീഡ് റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്ട്, അറ്റൈൻമെൻറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് സൂപ്പർ എലിവേഷൻ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നർ എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ടർ എഡ്ജ് റേസ് ചെയ്യുന്ന പ്രോസസ്സ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൊറിസോണ്ടൽ കർവ് നെഗോഷിയേറ്റുമ്പോൾ ഉണ്ടാകുന്ന സെൻട്രിഫ്യൂജൽ ഫോഴ്സിനെ നമുക്കൊരു സെൻട്രിഫ്യൂജൽ ഫോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്കതിനെ കൗൺട്രാക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് E+F = v²/GR. അപ്പോൾ v m/s km/h E+F = v²/127R. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ ഡിസൈൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.